2014 നവംബർ 14 വെള്ളിയാഴ്ച മനോരമ ദിനപത്രത്തിൽ വന്ന പടിപ്പുരയിലെ ചെറിയ അറിവുകൾ. രാഷ്ട്രശില്പി. കുഞ്ഞുങ്ങളെയും പൂക്കളെയും ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 17 വർഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് നടുവിലും കുഞ്ഞുങ്ങളോടും പൂക്കളോടും സല്ലപിക്കുമ്പോഴാണ് തനിക്ക് മനസ്സമാധാനം ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. നെഹ്റു കുഞ്ഞുങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെയും അകമഴിഞ്ഞ് സ്നേഹിച്ചു. സ്നേഹപൂർവ്വം അവർ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കുട്ടികൾ ചാച്ചാ നെഹ്റുവുമായി ബന്ധം പുലർത്തിയിരുന്നു. ഒരിക്കൽ ജപ്പാനിലെ കുട്ടികൾ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഒരു ആനയെ അയച്ചു തരണമെന്നാവശ്യപ്പെട്ട് നെഹ്റുവിന് കത്തെഴുതി. നെഹ്റു മൈസൂറിൽ നിന്ന് സുന്ദരിയായ ഒരു ആനക്കുട്ടിയെ വരുത്തി. ഇന്ദിര എന്ന് പേരിട്ട് ഒരു ഉപകാരമെന്ന നിലയിൽ ജപ്പാനിലെ കുട്ടികൾക്ക് അയച്ചു കൊടുത്തു. ആനക്കുട്ടി ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ എത്തിയപ്പോൾ അതുവരെ ആനയെ ജീവനോടെ കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് ജാപ്പനീസ് കുട്ടികൾ വരവേൽക്കുവാനായി എത്തി. കുട്ടികൾക്കുള്ള സമ്മാനമായി ടോക്കിയോയിലെത്തിയ ആനയുടെ കഥ ലോകത്തെങ്ങും പ്രചരിച്ചതോടെ പല രാജ്യങ്ങളിലെയും കുട്ടികൾ ആനയ്ക്കായി നെഹ്റുവിന് കത്തെഴുതി. നെഹ്റു ആരെയും നിരാശപ്പെടുത്തിയില്ല. വർഷാവർഷങ്ങളിലായി ഹോളണ്ട്, ജർമ്മനി, റഷ്യ, സൗദി അറേബ്യ, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്കായി അദ്ദേഹം ആനകളെ അയച്ചുകൊടുത്തു. സമ്പന്ന കുടുംബത്തിലായിരുന്നു ജവാഹറിന്റെ ജനനം. 1889 നവംബർ 14 അലഹാബാദിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. സമൂഹത്തിൽ ഉന്നതസ്ഥാനീയനായിരുന്ന മോത്തിലാൽ നെഹ്റുവും സ്വരൂപ റാണിയുമായിരുന്നു മാതാപിതാക്കൾ. അരുമയായ രത്നം എന്നാണ് ജവഹർലാൽ എന്ന പേരിന്റെ അർത്ഥം. ആനന്ദഭവനം എന്നായിരുന്നു വീട്ടുപേര്. 12-ാം വയസ്സിൽ ഉപരിപഠനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഹാനോ പബ്ലിക് സ്കൂളിൽ ചേർന്നു. തുടർന്ന് പഠനം കേംബ്രിഡ്ജിലേക്ക് മാറ്റി. കേംബ്രിഡ്ജിൽ വെച്ച് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി പരിചയപ്പെടാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. മോത്തിലാൽ നെഹ്റുവിൽ നിന്ന് ലഭിച്ച നിരന്തരമായ കത്തുകളിലൂടെ ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചും അദ്ദേഹം അറിവ് നേടി. പ്രകൃതിശാസ്ത്രത്തിൽ ബിരുദം നേടുകയും ബാരിസ്റ്റർ പരീക്ഷ പാസ്സാകുകയും ചെയ്ത ശേഷമാണ് 1912 ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് മടങ്ങിയത്. തിരിച്ചെത്തിയ നെഹ്റു അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായി ജോലിയിൽ പ്രവേശിച്ചു. 1912 ബന്ദിപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. 1916 കമല കൗളിനെ വിവാഹം ചെയ്തു. 1917 നവംബർ 19 ഇന്ദിരാ പ്രിയദർശിനി എന്ന മകൾ ജനിച്ചു. ഗാന്ധിജിയുമായി അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞതോടെ 1919 മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. 1921 മുതൽ 1945 വരെ 6 തവണ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1954 വരെ 4 തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായി. 1964 മരിക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടർന്നു. 1964 മെയ് 22 അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ നിന്നും 300 വാര അകലെ യമുനാ തീരത്തുള്ള ശാന്തിഘട്ടിലാണ് സംസ്കരിച്ചത്. മരണപത്രത്തിലെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ 8 ചിതാഭസ്മം അഹമ്മദാബാദിലെ ത്രിവേണി സംഗമത്തിൽ ഒഴുക്കി. അവശേഷിച്ച ഭാഗം ജൂൺ 12 ഹിമാലയത്തിലും കൃഷിയിടങ്ങളിലും വിമാനം വഴി വിതറി. പ്രപഞ്ചത്തോളം. കുഞ്ഞുങ്ങളും പൂക്കളും മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും മരങ്ങളും മലകളും പുഴകളും നക്ഷത്രങ്ങളും പരന്ന നീലാകാശവുമെല്ലാം നെഹ്റുവിന്റെ ആരാധനാപാത്രങ്ങളായിരുന്നു. ഒരിക്കൽ കുട്ടികൾക്കയച്ച കത്തിൽ അദ്ദേഹം ഹൃദയം തുറന്ന് ഇങ്ങനെ എഴുതി: നിങ്ങളിപ്പോൾ എന്നോടൊത്തുണ്ടായിരുന്നെങ്കിൽ മനോഹരമായ ഈ ലോകത്തെക്കുറിച്ചും പൂക്കൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, നക്ഷത്രങ്ങൾ, പുഴകൾ, മലകൾ എന്നിവയെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമായിരുന്നു. എത്രയോ യക്ഷിക്കഥകളും പഴങ്കഥകളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ യക്ഷിക്കഥയാണ് ഈ ലോകം. അത് കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും തൊട്ടറിയാൻ ഒരു ഹൃദയവും ഉണ്ടാകണമെന്ന് മാത്രം. റോസാപ്പൂവിന്റെ കഥ. നെഹ്റുവിന്റെ ചിത്രം ശ്രദ്ധിച്ചിട്ടില്ലേ? ഷർട്ടിന്റെ ബട്ടൺ ഹോളിൽ ഒരു ചുവന്ന പനിനീർപ്പൂവുമായി നെഹ്റുവിനെ കാണാനാവും. നെഹ്റുവിന്റെ ഈ പനിനീർ പ്രണയത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. നെഹ്റുവിനെ ഏറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു പനിനീർപ്പൂവുമായി ഈ സ്ത്രീ നെഹ്റുവിനെ കാണാനെത്തി. കാവൽക്കാരൻ കടത്തിവിടാത്തതിനാൽ അവർ നിരാശയായി മടങ്ങി.
പിന്നീട് പലതവണ അവർ ഇത് ആവർത്തിച്ചെങ്കിലും കാവൽക്കാരുടെ തടസ്സം കാരണം അവർക്ക് നെഹ്റുവിനെ കാണാനായില്ല. ഒരു ദിവസം കാവൽക്കാരൻ്റെ കണ്ണു വെട്ടിച്ച് അകത്ത് കിടന്ന സ്ത്രീ നെഹ്റുവിന് സ്നേഹപൂർവ്വം തൻ്റെ ഉപകാരം സമർപ്പിച്ചു. നെഹ്റു പനിനീർപ്പൂ സ്വീകരിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ആ പൂവ് കുപ്പായത്തിലെ ബട്ടൺ ഹോളിൽ കുത്തിവയ്ക്കുകയും ചെയ്തു. അന്ന് പകൽ മുഴുവൻ അദ്ദേഹം ആ പൂവ് ഷർട്ടിലണിഞ്ഞു. ഇത് കണ്ട തോട്ടക്കാരൻ പിറ്റേന്നു മുതൽ ദിവസവും രാവിലെ പുതിയൊരു പനിനീർപ്പൂ പറിച്ച് നെഹ്റുവിൻ്റെ ഷർട്ടിൽ ചാർത്തി. അങ്ങനെ അതൊരു ദിനചര്യയായി. കഷണ്ടിത്തലയിലെ ചീർപ്പ്. ഒരിക്കൽ നെഹ്റു അമേരിക്കയിലെ ഒരു വിദ്യാലയം സന്ദർശിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നെത്തിയ വിഷാദചിത്തനായ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അന്യദേശത്ത് വന്ന് പഠിക്കുന്നതിലുള്ള വിഷമമായിരുന്നു ആ കുട്ടിക്ക്. കുട്ടിയെ ഒന്ന് ചിരിപ്പിച്ചിട്ട് തന്നെ കാര്യമെന്ന് ചിന്തിച്ച് നെഹ്റു ഇതിനായി പല പൊടിക്കൈകളും പ്രയോഗിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. അവസാനം അറ്റ കൈക്ക് അദ്ദേഹം മറ്റൊരു സൂത്രം പ്രയോഗിച്ചു. തൻ്റെ പോക്കറ്റിൽ നിന്ന് ചീർപ്പെടുത്ത് രോമം കിളിർക്കാത്ത തൻ്റെ മൊട്ടത്തലയിൽ ചീകാൻ തുടങ്ങി. കഷണ്ടിത്തലയിലൂടെ ചീർപ്പ് നീങ്ങുന്നത് കണ്ടപ്പോൾ കുട്ടി പൊട്ടിച്ചിരിച്ചുപോയി. കുട്ടിയെ അടുത്ത് വിളിച്ച് സമാധാനിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഇന്ത്യയുടെ രത്നം. ജനങ്ങളുടെ ക്ഷേമത്തെപ്പറ്റി മാത്രം ചിന്തിച്ച ജവഹർലാൽ നെഹ്റു ദേശകാലങ്ങളെ അതിജീവിച്ച് ലോകം മുഴുവൻ എല്ലാ കാലവും പ്രകാശം പരത്തി. മനുഷ്യ സമൂഹത്തിന്റെ മാർഗം തെളിയിക്കുന്ന വിരലിൽ എണ്ണാവുന്ന മഹാന്മാരായ ഐതിഹാസിക പുരുഷന്മാരുടെ പരമ്പരയിൽ ഒരാളായി തീർന്നുവെന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അനുസ്മരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞുകൊടുത്ത രാമായണ മഹാഭാരത കഥകൾ ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയുമാണ് കുഞ്ഞു നെഹ്റു കേട്ടിരുന്നത്. ശാസ്ത്ര വിഷയങ്ങളോടൊപ്പം സാഹിത്യകാര്യങ്ങളിലും നെഹ്റുവിന് താല്പര്യമുണ്ടായത് അങ്ങനെയാണ്. ഷെർലക് ഹോംസ് കഥകൾ, H.G. വെൽസിന്റെ കൃതികൾ, ജംഗിൾ ബുക്ക് എന്നിവ നന്നേ ചെറുപ്പത്തിൽ തന്നെ വായിച്ചു. രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നമ്മൾ എന്താണോ അതായിരിക്കും ഇന്ത്യ. നമ്മുടെ വിചാരങ്ങളും പ്രവൃത്തികളുമാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കുക. നമുക്ക് ശരിയായ മഹത്വമുണ്ടെങ്കിൽ ഇന്ത്യയും മഹത്തായിത്തീരും. സ്വന്തമായ പല ആശയങ്ങൾക്കും ഏറെ പ്രാധാന്യം കൽപ്പിച്ചതുകൊണ്ട് പലപ്പോഴും ഗാന്ധിജിയുടെ ചില പ്രവൃത്തികൾ അദ്ദേഹത്തോടും ലളിതമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നെഹ്റുവിനെ നിർബന്ധിച്ചു. ഗാന്ധിജിയുടെ മരണശേഷം ഏറെ വിഷാദമുഖനായ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം നഷ്ടമായി എന്നാണ്. നെഹ്റുവിന് ഗാന്ധിജിയോടുണ്ടായിരുന്ന ബഹുമാനം വർണ്ണനാതീതമായിരുന്നു. സാംസ്കാരിക രംഗത്തും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. കേന്ദ്ര അക്കാദമികൾ തുറന്നുകൊണ്ടായിരുന്നു അത്. സൗന്ദര്യ ആരാധകനും കലാപ്രേമിയുമായിരുന്ന നെഹ്റുവിന് എന്നും പ്രിയം കുട്ടികളോടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും വ്യക്തിപരമായ കത്തുകൾക്ക് മറുപടി എഴുതുവാനും കുടുംബാംഗങ്ങളുമൊത്ത് ഭക്ഷണം കഴിക്കാനും കൊച്ചുമക്കളോടൊത്ത് കളിക്കുവാനും നെഹ്റു ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ അഗാധമായി സ്നേഹിച്ച ആ മഹാപുരുഷനെ ഭയവും വെറുപ്പും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത്. നമ്മുടെ സ്വന്തം ചാച്ചാജി. എഴുത്തുകാരൻ. മൂല്യവത്തായ ഒട്ടേറെ രചനകളുടെ കർത്താവാണ് പണ്ഡിറ്റ് നെഹ്റു. ഇതിൽ പലതും പിറവിയെടുത്തത് ജയിൽവാസക്കാലത്തായിരുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതു മുതൽ വിവിധ ഘട്ടങ്ങളിലായി 9 വർഷത്തോളം നെഹ്റു ജയിലിൽ വാസമനുഭവിച്ചിട്ടുണ്ട്. അതിൽ 1944 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 5 മാസം കൊണ്ടാണ് അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വിഖ്യാതമായ ഇന്ത്യയെ കണ്ടെത്തൽ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ പൂർത്തിയാക്കിയത്. കാരാഗൃഹവാസക്കാലത്ത് ഒട്ടേറെ കത്തുകൾ അദ്ദേഹം മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് എഴുതുകയുണ്ടായി. ആത്മകഥ, ഇന്ത്യയുടെ ഏകത, ഇന്ത്യയും ലോകവും, മഹാത്മാഗാന്ധി, ഇന്ത്യയിൽ 18 മാസം, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് എന്നിവ നെഹ്റുവിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. പ്രസംഗകൻ. ചരിത്രത്തിൽ ഇടം നേടിയ വിഖ്യാത പ്രസംഗങ്ങൾക്കുടമയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യ സ്വതന്ത്രയായ വേളയിൽ അദ്ദേഹം രാഷ്ട്രത്തോട് നടത്തിയ പ്രസംഗം ഒരു സ്വതന്ത്ര രാഷ്ട്രം പടുത്തുയർത്തുന്നതിൻ്റെ പൗരന്റെ പങ്ക് ഓർമ്മപ്പെടുത്തുന്നു. ഗാന്ധിജിയുടെ വിയോഗവേളയിൽ നെഹ്റു രാഷ്ട്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു എന്നും എങ്ങും അന്ധകാരമാണെന്നും രാഷ്ട്രത്തോട് പറഞ്ഞു. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തള്ളിക്കളയുകയും രാഷ്ട്രത്തിന്റെ മഹത്തായ പൈതൃകത്തിൽ നെഹ്റു അഭിമാനം കൊള്ളുകയും ചെയ്തു. സ്മരണകൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ്, നാണയം എന്നിവയിൽ നെഹ്റു മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാമ്പുകളിൽ മകൾ ഇന്ദിര, ഇവരുടെ മകൻ രാജീവ് ഗാന്ധി എന്നിവരും പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. ഇവർ മൂവരെയും രാഷ്ട്രം
ഭാരതരത്ന നൽകിയും ആദരിച്ചു. നെഹ്റു രാജ്യാന്തര ധാരണ പുരസ്കാരം, നെഹ്റു സാക്ഷരതാ അവാർഡ് എന്നിവ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം നൽകി വരുന്നു. ജന്മവാർഷികത്തിൽ ആരംഭിച്ചതാണ് ശതാബ്ദി എക്സ്പ്രസ്, ഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം, നെഹ്റു പ്ലാനറ്റോറിയം എന്നിവയും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നു. രാജ്യത്തെമ്പാടുമായി ഇനിയും എത്രയെത്ര സ്മാരകങ്ങൾ ആ മഹാനുഭാവന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ഭരണം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. രാജ്യത്തെ വർഗീയ കലഹങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകി ധീരത കാട്ടി. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷ പദവി വഹിച്ചു. ദേശീയ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ നെഹ്റുവായിരുന്നു ആദ്യത്തെ പ്രസിഡന്റായത്. ഏഷ്യൻ ഗെയിംസിന്റെ സംഘാടകനായി. ആദ്യത്തെ ഗെയിംസ് ഡൽഹിയിൽ വെച്ച് നടത്തുകയും ചെയ്തു. രാഷ്ട്രതന്ത്രജ്ഞൻ. 1955 സോവിയറ്റ് സന്ദർശനം ആ രാജ്യവുമായുള്ള സൗഹൃദം വർദ്ധിപ്പിച്ചു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 54 ചൈനീസ് പ്രധാനമന്ത്രിയുമായി വിഖ്യാതമായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് നെഹ്റുവാണ്. വൻ ശക്തികൾക്ക് മുന്നിൽ മറ്റൊരു നിർണായക സംഘമായി മാറാൻ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുമായി പ്രധാനമന്ത്രിയായതു മുതൽ നല്ല ബന്ധം സ്ഥാപിച്ചു. രാജ്യാന്തര രംഗത്ത് ഇന്ത്യയുടെ യശസ്സുയർത്തുന്നതിൽ നെഹ്റുവിൻ്റെ ലോകവീക്ഷണം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഗാന്ധിജിക്കൊപ്പം. 1916 കോൺഗ്രസിന്റെ ലക്നൌ വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജി തുടങ്ങിവെച്ച നിസ്സഹകരണ സമരത്തിലൂടെയാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമാകുന്നത്. സുഭാഷ് ചന്ദ്രബോസ് വിഷയത്തിൽ നെഹ്റു വലതുപക്ഷത്തെ ഗാന്ധിജിക്കൊപ്പം നിലയുറപ്പിച്ചു. തൻ്റേതായ തത്വശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രക്രമമായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. എന്നാൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടായിരുന്നു നെഹ്റുവിന് ചായ്വ്. ഇതൊന്നും ഗാന്ധിജിക്കൊപ്പം നിൽക്കുന്നതിൽ നെഹ്റുവിന് തടസ്സമായില്ല. തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെയായിരുന്നു. കാഴ്ചപ്പാട്. രാഷ്ട്രശില്പി എന്ന നിലയിൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വതന്ത്ര ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പൊതു സ്വകാര്യ മേഖലകൾക്ക് സമപ്രാധാന്യം നൽകുന്ന സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ അദ്ദേഹം വിഭാവനം ചെയ്തു. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികൾ പ്രഖ്യാപിച്ചത് നെഹ്റുവാണ്. രാജ്യത്ത് പാവപ്പെട്ടവന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താതെ സ്വാതന്ത്ര്യം കൊണ്ട് പ്രയോജനമില്ലെന്ന് വിശ്വസിച്ചു. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതര രാഷ്ട്രം വിഭാവനം ചെയ്തു. ഭരണഘടനയുടെ ആമുഖം നെഹ്റുവിൻ്റെ സംഭാവനയാണ്. ശാസ്ത്ര സാങ്കേതിക മികവോടെയുള്ള വ്യാവസായിക വികസനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശാസ്ത്രീയ വീക്ഷണങ്ങൾ പുലർത്തി. മരണപത്രത്തിൽ 1945 അഹമ്മദാബാദ് ഫോർട്ട് ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഒരു വിൽപത്രത്തിൻ്റെ രൂപരേഖ ജവഹർലാൽ നെഹ്റു വിഭാവനം ചെയ്യുകയും പിന്നീട് അതനുസരിച്ച് തയ്യാറാക്കുകയും ചെയ്തു. മരണശേഷം ശരീരം ദഹിപ്പിക്കുകയും ചിതാഭസ്മം ഗംഗാനദിയിലും രാജ്യത്തെ കൃഷിയിടങ്ങളിലും ലയിച്ചു ചേരണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. സ്വത്തുക്കൾ മകൾ ഇന്ദിരയ്ക്കാണ് എഴുതി വെച്ചത്. മതപരമായ ചടങ്ങുകളൊന്നും മരണാനന്തരം പാടില്ലെന്ന് പ്രസ്താവിച്ചു. കൈവശമുള്ള ചരിത്രരേഖകളെല്ലാം നാഷണൽ ആർക്കൈവ്സ്, പബ്ലിക് മ്യൂസിയം എന്നിവയ്ക്കായിരുന്നു. പുരസ്കാരങ്ങളും ഇത്തരത്തിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു. ആനന്ദഭവൻ കൊട്ടാരം സ്വന്തം പിന്മുറക്കാർക്ക് താമസിക്കാനുള്ളതാണെന്നും വാടകയ്ക്കു മറ്റു നൽകരുതെന്നും നെഹ്റു ആഗ്രഹിച്ചു. പരോപകാരപ്രദമായ സംഗതികൾക്ക് അതിനെ ഉപയോഗിക്കാമെന്നും അദ്ദേഹം മരണപത്രത്തിൽ കുറിച്ചു. നെഹ്റുവിനെപ്പറ്റി മഹാനായ ലോക നേതാവെന്നും നെഹ്റുവിന് സമ്മാനമായി വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന മറ്റൊരു നേതാവില്ലെന്നും പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ നെഹ്റു എൻ്റെ ഭാഷയിൽ സംസാരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. സ്വാതന്ത്ര്യമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത കൂറിനെ പ്രതിനിധീകരിക്കുന്ന ഋതുരാജനാണ് നെഹ്റു എന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോറായിരുന്നു. നവംബർ 20 കുട്ടികളോട് ഏറെ സ്നേഹവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ച നെഹ്റുവിനെ ചാച്ചാജി എന്ന് വിശേഷിപ്പിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ഭാവി ഭാഗധേയം കുഞ്ഞുങ്ങളിലാണെന്ന് നെഹ്റു വിശ്വസിച്ചു. നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ 14 ഭാരതത്തിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു. 1974 ഇന്ത്യയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ദേശീയ നയം രൂപീകരിച്ചത്. 1954 ഐക്യരാഷ്ട്ര സംഘടന സാർവദേശീയ ശിശുദിനാചരണത്തിനായി തീരുമാനിച്ചു. ഇതനുസരിച്ച് നവംബർ 20 സാർവദേശീയ ശിശുദിനമായി ചൈന, ജർമ്മനി എന്നിവയടക്കമുള്ള രാജ്യങ്ങളിൽ ജൂൺ 1 രാജ്യാന്തര ശിശുദിനം ആചരിക്കുന്നു.